ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ അടിപൊളി ഒരു നൈറ്റി ഡിസൈനുമായിട്ട് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നൈറ്റീൻ്റെ നെക്കും ആം ഹോളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ബാക്ക് നെക്കിന് ഒരു 3 ഇഞ്ചാണ് ആദ്യം കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ അളവ് ഞാൻ പറയാം. ഫ്രണ്ട് നെക്കിന് നെക്ക് ലെങ്ത്ത് 6, അതായത് നീളം 6 ഇഞ്ചും അതുപോലെ തന്നെ ഒരു വീതി എന്ന് പറയുന്നത് 3.4 കഴിഞ്ഞിട്ട് ഒരു വര കൂടി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമുക്ക് ഡിസൈൻ്റെ ആദ്യത്തെ പടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നെക്കിൽ നിന്നും നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴെയായിട്ട് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ റൗണ്ട് നെക്കാണ്, അപ്പം ഈ ഡിസൈൻ റൗണ്ട് നെക്കിനാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറാക്കി അതിനനുസരിച്ച് ഇത് മാറ്റിയെടുക്കാം, സ്ക്വയറായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് 1 ഇഞ്ച് ഇങ്ങനെ വരച്ച് കൊണ്ടുവരണം താഴെ വരെ. അങ്ങനെ വരച്ച് കൊണ്ടുവന്നതിന് ശേഷം ഈ എല്ലാ പോയിൻറ്റ്സും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മളിങ്ങനെ മൂന്നാലെണ്ണം ഇങ്ങനെ അടുത്തടുത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് കട്ടിയായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിത് പിന്നെ വരെ വേണ്ട ഡിസൈനാണ്. അപ്പോൾ നമ്മൾ മടക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട് നല്ല കട്ടിക്ക് തന്നെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ വരച്ച പോയിൻറ്റിൽ നിന്നും പിന്നെ ഒരു 2 ഇഞ്ചും കൂടി ഇതുപോലെ ഒതുക്കി കൂടി ചെയ്ത് കൊടുക്കണം. നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ നേരത്തെ മെയിൻ നെക്കിൽ നിന്നാണ് നമ്മൾ വരച്ചത്. ഇപ്പം വരച്ച സ്ഥലത്ത് നിന്നും നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ വെച്ച് വരച്ചു കൊടുക്കണം. അതും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ താഴെ വരെ ഇങ്ങനെ 2 ഇഞ്ച് വെച്ച് വരച്ച് കൊടുത്തതിന് ശേഷം ഈ എല്ലാ പോയിൻറ്റ്സും കൂടി നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനുള്ള നീല പൂക്കൾക്ക് മാച്ചായിട്ടുള്ളൊരു നീല തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2ആയിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതായത് ഈ ഓപ്പണിംഗ് ഇല്ലാത്ത ഭാഗം ഇതേപോലെ ഒന്ന് നൈറ്റീൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. കുറച്ച് നീളം വീതിയൊക്കെ ഒരു തുണി ആയിക്കോട്ടെ. എന്നിട്ട് ഇതിലാണ് നമ്മൾ ഡിസൈൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ നേരത്തെ കട്ടിക്ക് വരച്ചു കൊടുത്ത ആ 2 വരയല്ല 2 ഡിസൈനും ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പതിഞ്ഞു കിട്ടും. ഇനി നമ്മളത് ചോക്ക് ഉപയോഗിച്ച് നല്ല അമർത്തി നല്ല കട്ടിക്കൊന്ന് വരച്ചു കൊടുക്കണം. ഇതിങ്ങനെ കട്ടിയിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളിപ്പം വരച്ച വരേൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്കിത് തയ്യലിൽ പോകുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സൈഡിൽ അതേപോലെ തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളിത് വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം, അതായത് നമ്മൾ നൈറ്റി പീസിൽ നിന്നും എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡിസൈനിൻ്റെ മെയിൻ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ക്യാൻവാസിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ബോൾ ലേസസ് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് നീലയിൽ നിന്നും കുറച്ച് ഡാർക്കായിട്ടുള്ള ചെറിയ ബോൾ ലേസസിൻ്റെ ലേസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ലേസ് ഈ സൈഡിൽ നിന്ന് ചെറുതായി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ച് യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലേസിൻ്റെയും ഈ നെക്ക് പീസിൻ്റെയും നല്ല വശം ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് തയ്ച്ചതിന് ശേഷം മറിച്ചിട്ടിട്ട് പതിച്ച് ചെയ്ത് കൊടുക്കും. സാധാരണ നമ്മൾ നൈറ്റീൻ്റെ ലേസൊക്കെ വെച്ച് കൊടുക്കുന്ന അറിയാലോ, ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കും. എന്നിട്ട് അത് മൊത്തത്തിൽ തിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ ചെയ്യാമെന്ന് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് നൈറ്റി പീസസ് ക്യാൻവാസിലും കുറച്ച് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരു പൂവിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിനും അതുപോലെ ക്രോസ് പീസിനെല്ലാം ബാക്കി വെച്ചതിന് ശേഷം വന്ന ഒരു നൈറ്റി പീസാണിത്. അപ്പോൾ അതിലാണ് ഞാൻ പൂവിൻ്റെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് പൂക്കളും ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് 4-5 പൂക്കളും ഇലകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുന്നതാണ്, ഇത് ഒട്ടിച്ചിട്ടില്ല. ഇതെങ്ങനെ വന്നാലാ ഭംഗി ഉണ്ടാവുകയെന്ന് ഇങ്ങനെ വെച്ച് നോക്കിയത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇനി നമ്മളിത് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ പൂവിൻ്റെ ആ ഒരു ഇങ്ങനെ വരയിലുണ്ടാവുമല്ലോ, പൂവിൻ്റെ ഉള്ളിൽ 3 വരകളുണ്ടാവുമല്ലോ എല്ലായിടത്തും. അതുപോലെ ഇലേൻ്റെ വരകളൊക്കെ നമുക്ക് മെഷീൻ വെച്ച് തയ്ച്ചെടുക്കേണ്ടതുകൊണ്ട് അത് കൃത്യ സ്ഥലത്ത് തന്നെ നിൽക്കാൻ വേണ്ടി ആദ്യം ഇത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം മുഴുവനായിട്ടും. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ മെഷീൻ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ വെള്ള നൂല് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സൂചി പൂവിൻ്റെ നടുവിൽ കുത്തി ഇറക്കിയതിന് ശേഷം ആദ്യം ഒരു ചെറിയ വര പോലെ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതേ വരയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കുക. സൂചി കുത്തി വെച്ചതിന് ശേഷം വേണം ഇത് തിരിച്ചിട്ട് ആദ്യം ഇങ്ങോട്ട് എടുക്കാൻ. പിന്നെ നടുക്കത്തെ പോയിന്റിൽ തന്നെ എത്തുക. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു വര, ഈ പൂവിനിങ്ങനെ ഏതെങ്കിലും 2-3 വരകൾ കാണാറില്ല, അതാണ് ഈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം നടുക്കുന്ന കുറച്ച് സ്റ്റിച്ചുകൾ പുറത്തേക്ക് തയ്ക്കുക. എന്നിട്ട് അവിടുന്ന് സൂചി കുത്തിയിട്ട് ഈ ഡിസൈനിൻ്റെ നെക്കിൻ്റെ പീസ് തിരിച്ച് വെച്ചിട്ട് തിരിച്ച് അതേ നടുവിലെ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവാത്തതാണ്. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം.
ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നടുക്കുന്ന് നമ്മൾ തുടങ്ങി ഒരു വര വരച്ചു, എന്നിട്ട് അവിടെ സൂചി കൊത്തി വെച്ചിട്ട് തിരിച്ച് അതേ നടുവിലേക്ക് പോയി. അങ്ങനെ ഓരോ വരകൾ അങ്ങനെ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഓരോ ഇതളിനും 3 വീതം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ എല്ലാ പൂക്കൾക്കും ചെയ്യും. അതുപോലെ ഇലകൾക്ക് ഒരു വരയും പിന്നെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നടുക്ക് വേണമെങ്കിൽ നമുക്ക് ബീഡ്സോ അങ്ങനെ തൊട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഈ നൂലുകൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റി വട്ടത്തിൽ കുറേ സ്റ്റിച്ചുകൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു കുറച്ചൊന്ന് വൈറ്റ് തെളിഞ്ഞ് വരും. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതെല്ലാം തമ്മിലൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നതുകൊണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിക്കാം, എന്നിട്ട് ഇതിനെ വള്ളികൾ പോലെയെല്ലാം വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ലിക്വിഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺസ് വാങ്ങിക്കാൻ കിട്ടും. നേരിയ നൂല് പോലെ സ്റ്റിച്ചിങ് പോലെ വരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുത്താൽ നൂലുകൊണ്ട് തുന്നിയെടുത്താൽ മാതിരി തോന്നും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിതിലിപ്പം വരച്ച് കൊടുക്കുന്നത്. എംബ്രോയ്ഡറി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതും അല്ലെങ്കിൽ ലിക്വിഡ് എംബ്രോയ്ഡറിൻ്റെ ആ ഒരു കോൺസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഇത് തമ്മിലൊരു കണക്ഷൻ പോലെ 3-4 വള്ളികളും അതുപോലെ ആ ചെടിയുടെ കൊമ്പ് പോലെ വരുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു കോൺസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഇതിപ്പോൾ നൈറ്റിക്ക് ഇത്രയും ഭയങ്കരമായിട്ടൊന്നും ആരും ചെയ്യൂല, പക്ഷേ ഇതിപ്പോൾ ഞാൻ 2 ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നൈറ്റിക്കും ചെയ്യാം, നമുക്ക് കുർത്തിക്കും ചെയ്യാം. ഇപ്പോൾ ബ്ലാക്കിൽ നല്ല മഞ്ഞപ്പൂക്കളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്തെടുത്താൽ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് നൈറ്റി നമ്മളെ ചാനലിൽ കൂടുതലായിട്ട് നൈറ്റി ഡിസൈൻസ് ഇടുന്നതുകൊണ്ട് ഇത് നൈറ്റിയുടെ നെക്കായിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതിന് വേണ്ടി വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ നടുവിലും കൂടി ഞാനിങ്ങനെ പൂവിൻ്റെ ആ വട്ടം ആ ഒരു വെള്ള കളർ കുറച്ചൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡ് എംബ്രോയ്ഡറി കൊണ്ട് ഞാനിത് ഒന്നും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ആക്കി ഓവർ ആവണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചൊന്ന് ഓവറായാലും ആളുകൾ ശ്രദ്ധിക്കും, അതുകൊണ്ട് കുറച്ച് ഓവറായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടിൽ നൈറ്റി ഇടുമ്പം അത്രയും അലസമായ ഭാവത്തിൽ നൈറ്റി ഇടണമെന്നൊന്നുമില്ല, കുറച്ച് അടിപൊളിയായിട്ട് ഇടാം. അപ്പോൾ സ്ഥിരമായി നൈറ്റി ഉപയോഗിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ മടുക്കും ഒരേ മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നെക്ക് ഇങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ മെറ്റീരിയലിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിന്ന് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക, ഇളകിപ്പോണ്ടിരിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്കിതൊന്ന് 2 വശത്തും, അതായത് ഈ ഒരു സൈഡിലും വെച്ചിട്ട് നമുക്കിത് നൈറ്റി പീസിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉൾവശത്ത് നിന്നും ഇത്രയും മാത്രം ബാക്കി വെച്ചതിന് ശേഷം ബാക്കി നെക്ക് ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എൻ്റെ ഇത് ചെറിയ പീസസ് ആയിട്ട് ആക്കിയിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നൈറ്റി ഡിസൈൻ കംപ്ലീറ്റ് ആവും. നല്ല അടിപൊളി നെക്ക് ഡിസൈനാണ്. ഞാൻ പറഞ്ഞല്ലോ, കുർത്തിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്കേർട്ടും ബ്ലൗസും അതിൻ്റെ ബ്ലൗസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാച്ചാകുന്ന രീതിയിലുള്ള ആപ്ലിക് വർക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊരു ആപ്ലിക് വർക്കിൻ്റെ ഒരു മോഡൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ പതിച്ചിട്ട് തയ്ച്ചു കൊടുത്ത് ആ പീസെല്ലാം ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ഓവറാണെങ്കിലും നമുക്ക് നല്ല രസമുണ്ടാവും, ഇട്ടിട്ട് നടക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നും. അപ്പം ഇതാണ് നമ്മുടെ ഡിസൈൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതൽ ആൾക്കാരും നൈറ്റി ഡിസൈൻസ് കാണുന്നതുകൊണ്ട് നൈറ്റി ഡിസൈൻസാണ് കൂടുതലായിടുന്നത്, പക്ഷേ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കുർത്തി ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളതും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക്